കനത്ത മഴയിൽ എറണാകുളത്തും നാശനഷ്ടമാണ്. ചെമ്പുമുക്ക് ആട്ടിപ്പേട്ടി നഗർ റോഡ് ഇടിഞ്ഞു. ചെമ്പുമുക്ക് പള്ളിയുടെ കോമ്പൗണ്ടിലെ ഒരു ഭാഗത്തെ സംരക്ഷണ ഭിത്തികൾ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ഇടപ്പള്ളി തോടിന്റെ ഭാഗമാണ് താഴ്ന്നത്. 2 മാസം മുൻപാണ് റോഡിന്റെ പണി പൂർത്തിയായത്. നവമി ദിനേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലാരിവട്ടത്ത് നിന്നും കാക്കനാടേക്ക് പോകുന്ന റൂട്ടിൽ നിന്നും, അതായത് ചെമ്പുമുക്ക് പാലം ഇറങ്ങി അതിനോട് ചേർന്നുള്ള ഒരു വഴിയാണ്, ഈ റോഡാണ് ഇത്തരത്തിൽ ഇടിഞ്ഞ് താഴ്ന്ന നിലയിൽ കാണപ്പെട്ടത്. ഇന്ന് രാവിലെ 4 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ഇതെന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം അതിശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി വെള്ളം പോകുന്ന ഒരു അതിശക്തമായി തന്നെ വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിൽ റോഡ് ഇത്തരത്തിൽ ഇടിഞ്ഞ് വീണതെന്നാണ് നാട്ടുകാരും കൌൺസിലറും അടക്കം പറയുന്നത്. ഇത് ഏകദേശം 200ഓളം വീടുകളിലേക്ക് പോകുന്ന റോഡാണ്. ഒപ്പം ഒരു സ്കൂളും, ഒരു അസീസിയ സ്കൂളും ഇവിടെയുണ്ട്. അപ്പോൾ സ്കൂൾ ബസ്സും ഇരുചക്ര വാഹനങ്ങളും കാറും അങ്ങനെ എല്ലാ വാഹനങ്ങളും പോകുന്ന ഒരു മെയിൻ റോഡാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഇടിഞ്ഞ രീതിയിൽ കണ്ടെത്തിയത്. ഇന്ന് സ്കൂൾ അവധിയായതിനാൽ രാവിലെ സ്കൂൾ ബസ് ഇതിലെ പോയിരുന്നില്ല. അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. ഇതിന് ആദ്യമേ തന്നെ നമുക്ക് ദൈവാനുഗ്രഹം, അത് മാത്രമേ ആദ്യം പറയുന്നത്. കാരണം ഇന്ന് സ്കൂളും ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഇന്ന് കുട്ടികളുടെ സഞ്ചാരവും മറ്റ് ജനങ്ങളുടെ സഞ്ചാരവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ തന്നെ ഇതെല്ലാം റോഡ് 2 സൈഡും ഇവിടെ ഞാൻ നമ്മുടെ സഹപ്രവർത്തകരെ കൂടി ബ്ലോക്ക് ചെയ്തു. ഇത് നമ്മൾ 2 മാസമുള്ളിൽ നമ്മൾ ഈ റോഡ് പണിതിട്ട്, പക്ഷേ പണിതയിൽ ആ ഭാഗത്തൊന്നും ഒരു മിസ്റ്റേക്ക് അപാകതയില്ല. കാരണം ആ കെട്ട് ഇവർ അനങ്ങിയിട്ട് പോകുന്നില്ല. അത് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇടപ്പള്ളി തോട് കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തായിരുന്നു. JCBക്ക് തോട് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും ചെളിയെല്ലാം കോരി പടിയുന്ന ഉറവ്. ഇവിടെ ഈ പള്ളി കോമ്പൗണ്ടിൽ വരുന്ന വെള്ളത്തിന്റെ സ്രോതസ് വളരെ കൂടുതലാണ്. നമ്മൾ ഇങ്ങനെ നോക്കിയാൽ അറിയാൻ പറ്റും വെള്ളത്തിന്റെ അളവ്. അപ്പൊ ആ അളവിൽ വെള്ളം പോയി ചെളിയെല്ലാം അങ്ങോട്ട് പോയതിന്റെ പേരിൽ പള്ളി കോമ്പൗണ്ട് മതിലിടിഞ്ഞു. മതിലിന്റെ ഭാഗമാണ് താഴേക്ക് ഇരുന്നേക്കുന്നത്. ഇപ്പൊ നമ്മൾ കെട്ടിയ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്കും ഇത് വന്നിട്ടില്ല. ആ കെട്ടുള്ളതിന്റെ പേര് അവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഇതിൽ മുഴുവനും ഇടപ്പള്ളി തോട്ടിലേക്ക് മറിഞ്ഞു. എന്തായാലും ഇത് കണ്ട ഉടനെ തന്നെ നാട്ടുകാർ ഈ റോഡിലേക്കുള്ള വാഹനങ്ങളെല്ലാം നിരോധിച്ചു കഴിഞ്ഞു. 2 വർഷം മുൻപാണ് വലിയ പ്രശ്നങ്ങളായി കിടന്ന ഒരു വഴി വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ 2 മാസം മുൻപാണ് ഇവിടെ റോഡ് പണിതത്. ഏകദേശം 8 അടിയോളം ഇടിഞ്ഞ് താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ ഈ റോഡ് കാണപ്പെടുന്നത്. അതൊരു 3 വർഷം മുമ്പ് ഉള്ള ഒരു മഴയിലാണ്, ഓഗസ്റ്റ് 6-നാണ് ഇത് ആദ്യം ഇടിഞ്ഞു പോയത്. ഇടിഞ്ഞെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ആഘാതത്തോടു കൂടിയിട്ട് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു വിള്ളൽ വന്നിട്ട് ഒരു സൈഡ് താന്നു പോവുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ അത് റിപ്പയർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഫ്ളാറ്റുണ്ട്, കുറേയധികം വീട്ടുകാരുണ്ട്, ഒരു 1000ഓളം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. 3500 കുട്ടികൾ പഠിക്കുന്ന അസീസി സ്കൂളുണ്ട്, നഴ്സിംഗ് കോളേജുണ്ട്. ഞങ്ങൾക്ക് ഇപ്പം ഇത് താൽക്കാലികമായിട്ടാണെങ്കിലും ഈ ഒരു റോഡ് പണിത് ചെയ്ത് തന്നത് മുനിസിപ്പാലിറ്റിയാണ്, തൃക്കാക്കര മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ അവരുടെ കൌൺസിലറും MLAയും ഒക്കെ അതിൽ ശക്തമായിട്ട് ഇടപെട്ട് ഞങ്ങൾക്കത് ചെയ്ത് കിട്ടി. പക്ഷെ അത് വീണ്ടും ഇടിഞ്ഞു പോയ സ്ഥിതിയിൽ ഇനി എന്നത് ശരിയാകും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വലിയ ആശങ്കയുണ്ട്. ഇതിന് റോഡിന് തൊട്ട് സൈഡിലായി ഇടപ്പള്ളി തോട് കൂടി ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഇടിഞ്ഞു വീണു, അതായത് നമുക്ക് ഈ കാണാം ഇതിന്റെ കൈവരികൾ ഇടിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ കൌൺസിലർ അടക്കം പറയുന്നത് ആ വഴി കെട്ടിയതിന്റെ അല്ലെങ്കിൽ കൈവരി കെട്ടിയതിന്റെ അശാസ്ത്രീയത ഒന്നുമില്ല. ഈ ശക്തമായിട്ടുള്ള മഴവെള്ളം അത് കുത്തിയൊലിച്ചതുകൊണ്ടാണ് ഇത്ര റോഡിന് വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നതെന്നാണ് കൌൺസിലർ അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. നമുക്ക് കാണാം ഈ 2 KCBയുടെ തന്നെ 2 പോസ്റ്റുകളും ഈ റോഡിലേക്ക് അപകടമായ രീതിയിലേക്ക് മറിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. എന്തായാലും KCB ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. വലിയൊരു അപകടം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഒഴിവായിട്ടുള്ളത്. എന്തായാലും ഈ കൌൺസിലർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഉടനെ ഒരു നടപടി, ഈ റോഡ് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ് കൌൺസിലറും വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ ശ്യാംകുമാറിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി.